കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് യാത്ര ആരംഭിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ വെച്ച് ഒരു കൂട്ടം സ്കൂൾ വിദ്യാർത്ഥികൾ ഗണഗീതം പാടി. അത് പിന്നീട് വലിയ വിവാദമായി മാറി. ഇതെന്താണ്, രാജ്യത്തിൻ്റെ സമ്പത്തിൽ ഗണഗീതം പാടാൻ RSSൻ്റെ സ്വത്താണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിമർശനം. അപ്പോൾ CPM ഉൾപ്പെടെയുള്ളവർ എതിർപക്ഷത്ത് വന്നു. അപ്പോൾ DYFI കഴിഞ്ഞ ദിവസം ഒരു ഗാനം ആലപിച്ചു, സാരേ ജഹാം സെ അച്ച എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇത് ഹിന്ദുക്കളാണ്, ഹിന്ദുക്കളുടെ നാടാണ്, ഹിന്ദുക്കളാണ്, ഹിന്ദുസ്ഥാനാണ് നമ്മുടെ മാതൃഭൂമി എന്നൊക്കെ അർത്ഥം വരുന്ന ഉറുദു ഗാനമാണ്. ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് ഇക്ബാൽ എഴുതിയ വരികളാണ്. അപ്പോൾ അർത്ഥം അറിഞ്ഞിട്ടാണ് ഇവർ പാടിയത്. ഇതേ മുഹമ്മദ് ഇക്ബാലാണ് രാജ്യത്തെ വിഭജിക്കണം, പാകിസ്ഥാൻ വേണമെന്നൊക്കെ തന്നെ ജിന്നയ്ക്ക് മുമ്പ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഒരു കാലത്ത് ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തിയെന്നറിയപ്പെടുന്ന അതേ CPM ഇപ്പോൾ ഹിന്ദുക്കളുടെ ഭൂമിയാണിത് എന്ന് പറയുന്ന ഗാനം ആലപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അല്ല, അത് അത്രയൊന്നും ഡയമെൻഷൻ ഇതിനില്ലെന്ന് ഈ പൊട്ടന്മാർ ചെയ്തത്. ഇതിപ്പോൾ RSSൻ്റെ ഒരു ഗീതമായതുകൊണ്ട് ഗണഗീതം എന്ന് ഞാൻ പറയില്ല. ഈ RSSൻ്റെ പാട്ടുകളുണ്ടല്ലോ, രണ്ട് രീതിയിൽ പാടാം. ഒന്ന് വ്യക്തിഗീതം, വേറൊന്ന് ഗണഗീതം. അപ്പോൾ ഗണഗീതം എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് സോങ്, എല്ലാവരും ചേർന്ന് ഒരാൾ പാടിക്കൊടുക്കും, ബാക്കിയുള്ളവർ ഏറ്റുപാടും. വ്യക്തിഗീതം എന്ന് പറഞ്ഞാൽ ഏറ്റുപാടാൻ ആരുമില്ല, ഒരാൾ മാത്രം ഒറ്റയ്ക്ക് പാടും. അപ്പോൾ ഈ പരമപവിത്രമാമി മണ്ണിൽ എന്നുള്ളത് ഒരാൾക്ക് ഒറ്റയ്ക്കും പാടാം, ആ കൂട്ടായിട്ട് പാടണമെന്ന് നിർബന്ധമൊന്നുമില്ല. RSSൻ്റെ കുറേ അധികം പാട്ടുകളുണ്ട്. ഇതൊന്നും ആയില്ല. എത്ര പാട്ടുകളുണ്ടെന്നറിയാമോ RSSൽ? ഇതിലും മലയാളത്തിനേക്കാളും മനോഹരമായിട്ടുള്ള ഹിന്ദി പാട്ടുകളുണ്ട്. ഞാനിത്തവണത്തെ വിജയദശമി ആഘോഷത്തിന് പോയപ്പോൾ അവിടെ ഗണഗീതമായിട്ട് പാടിയത് ഹിന്ദി പാട്ടായിരുന്നു, വ്യക്തിഗീതമായിട്ട് പാടിയത് മലയാളം പാട്ടായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ പാട്ടുകളുണ്ട്, ആർക്കെങ്ങനെ വേണമെങ്കിലും പാടാം. RSSൽ ഒരേ ഒരു നിർബന്ധമേ ഉള്ളൂ, പ്രാർത്ഥന. നമസ്തേ സദാവത്സലേ എന്നുള്ള പ്രാർത്ഥന, അതിന് മാറ്റമില്ല. അത് കോൺസ്റ്റൻ്റായിട്ട് എല്ലാ ശാഖയിലും നിർബന്ധമായിട്ടും പാടേണ്ടതാണ്. ബാക്കി പാട്ടുകളൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് പാടാതെയും ഇരിക്കാം. ഒരു ദിവസം ശാഖയിൽ പാട്ടേ പാടിയില്ല എന്ന് വെച്ചോ, ഒരു ആകാശം ഒടിഞ്ഞു വീഴാനില്ല. അങ്ങനെ ഒരു ഈ ചട്ടവും സംഗതിയുള്ള ഏർപ്പാടൊന്നും അല്ല RSS. RSSനെ പറ്റി ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല, മനസ്സിലാക്കാൻ മെനക്കെടുന്നുമില്ല. ഞാൻ കേരളത്തിലെ മിനിമം 2 മാധ്യമപ്രവർത്തകരെ RSSൻ്റെ കാര്യാലയത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കാരണം ഇവർ വലിയ RSS വിരുദ്ധരാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ വിരുദ്ധരാണ്, കാര്യമൊക്കെ ശരി, RSSൻ്റെ സ്റ്റേറ്റ് ഓഫീസ് എവിടെയാണെന്നറിയാം? അതെ. ഞാൻ പറഞ്ഞു, അതെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ, ഇത്രയും വിമർശിക്കുമ്പോൾ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോകാം. ഒരു പറ്റില്ല. ഞാൻ പറഞ്ഞു, ശരി, ഞാനില്ലാതെ നിങ്ങൾ പോവില്ല. ഒരു മാധ്യമത്തിൽ എപ്പോഴെങ്കിലും RSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ വിഷ്വൽസ് സിനിമയിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഒരു രഹസ്യവുമല്ല. അതേ കലൂരിൽ നിന്ന് പേരണ്ടൂർ പോകുന്ന റോഡിൽ ലെഫ്റ്റ് സൈഡിലാണ് RSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ്. ബട്ട് അവിടെയാണ് എന്ന് പോലും മാധ്യമപ്രവർത്തകർക്ക് അറിയില്ല. ചുമ്മാ അങ്ങോട്ട് കളം വയ്ക്കും. DYFI അതുപോലെ തന്നെ. അവർക്കിപ്പോൾ വേണ്ടത്, അവർ പെട്ടെന്ന് നോക്കി മുസ്ലിം എഴുതിയ ഒരു പാട്ടുണ്ടോ, ഈ ഇക്ബാലാണോ എന്നൊന്നും അവർക്ക് നോട്ടമൊന്നുമില്ല, മുസ്ലിം എഴുതിയ പാട്ട് വേണം. അപ്പോൾ സാരേ ജഹാൻ സെ അച്ച, ശരി, അതെടുത്തു. ഈ അർത്ഥത്തിലാണ് അവരത് പാടിയിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു ചരിത്രമോ ഇക്ബാൽ ആരാണെന്നോ ആ പാട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ ഒന്നും നോട്ടമൊന്നുമില്ല. വെറുതെ ഒരു പാട്ട്. ഈ ട്രെയിനിൽ പാട്ട് പാടുന്നത് ഇത്ര വലിയ കാര്യമാണ് എനിക്കറിയില്ല. ട്രെയിനിൽ പാട്ട് പാടി കാശി ചോദിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതെ. വെറുതെ ട്രെയിനിലിരുന്ന് പാട്ട് പാടുന്നവരെ കണ്ടിട്ടില്ലേ? ഞാൻ ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ വരുന്നു. ആളൊക്കെ വളരെ കുറവാണ്. എനിക്കെതിരെ ഇരിക്കുന്ന ആൾ മനോഹരമായിട്ട് പാട്ട് പാടുന്നു. വളരെ പതുക്കെയാണ്, പക്ഷേ AC ആയതുകൊണ്ട് കേൾക്കാം. ഞാൻ നേരെ എതിരെ ഇരിക്കുക. സൈ കേട്ടിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ഇന്ന പാട്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. അതേ എന്നൊക്കെ അങ്ങനെ പരിചയപ്പെട്ടു. അദ്ദേഹം റിട്ടയറായിട്ട്, തിരുവനന്തപുരത്ത് ഏതോ ജോലിയിലായിരുന്നു, റിട്ടയറായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഉന്മേഷവാനാണ്. ഈ 10 to 5 ജോലിയെ കഴിഞ്ഞ് വിശ്രമിക്കാൻ നോക്കും. അതിൻ്റെ സന്തോഷത്തിൽ പാട്ട് പാടുന്നു. അതിൽ തെറ്റെന്ത്? ആർക്ക് ഏത് പാട്ട് വേണമെങ്കിലും ട്രെയിനിൽ പാടാം. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാതിരുന്നാൽ മതി, മറ്റുള്ളവർ ഒബ്ജക്റ്റ് ചെയ്യാതിരുന്നാൽ മതി. അപ്പം ഞാൻ ട്രെയിനിൽ ഡൽഹി വരെയൊക്കെ പോകുമ്പോൾ എത്രയോ പേര് കോളേജ് പിള്ളേർ കയറി കഴിഞ്ഞാൽ പാട്ടിൻ്റെ ബഹളമാണ്. ഞാനും കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ആനുവൽ ടൂറിനൊക്കെ പോകും, പാട്ട് തന്നെ പാട്ട്.
ഇവിടെ നിന്ന് ഹൈദരാബാദ് വരെ പാട്ട്, ഹൈദരാബാദിൽ നിന്ന് ഡൽഹി വരെ പാട്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇതിലെന്താ ഇത്ര വലിയ സംഗതി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പാട്ട് അശ്ലീലമൊന്നും അല്ലല്ലോ. സോ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഇതിപ്പോൾ ആ പാട്ടിൻ്റെ ഒരു തകരാറായിട്ട് ഇവർ പറയുന്നത് അതൊരു ദേശഭക്തി ഗാനമാണ്. ദേശഭക്തി ഒരു മോശം കാര്യമായത് എപ്പോഴാണ്? ഈ കുടിച്ച കള്ളമൊന്നും പറയില്ല എന്നുള്ള പ്രിൻസിപ്പിൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. അയാളാണ് എല്ലാവരുടെയും ദൈവം, മനസ്സിലാക്കി. പക്ഷെ മറ്റത് മോശമാകുന്നതിന് ദേശഭക്തി എന്തോ അപരാധമാകുന്നു. ദേശഭക്തി ഗാനം പാടിയെന്നാണ് ചോദിക്കുന്നത്. ഇതെന്ത് പരിപാടി? പൂരപ്പാട്ട് പാടിക്കഴിഞ്ഞാൽ ഒരു തകരാറുമില്ല. ആ അവസ്ഥയിൽ എനിക്ക് മനസ്സിലാകത്ത് വി ഡി സതീശനൊക്കെ ആ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. വി ഡി സതീശൻ പറയുന്നത് ഔദ്യോഗികമായിട്ട് ഈ പാട്ട് പാടാൻ പറ്റില്ല. എന്താ ഔദ്യോഗികമായിട്ട്? ട്രെയിനിലിരുന്ന് പിള്ളേർ പാട്ട് പാടുന്നതിന് ഔദ്യോഗികം എന്താ? ഔദ്യോഗിക ചടങ്ങിൽ പാടാൻ പാടില്ല. ഏത് ഔദ്യോഗിക ചടങ്ങ്? ഇനി ഔദ്യോഗിക ചടങ്ങിൽ ഇത് പാടിയെന്ന് വെച്ചോ, എന്താ ദോഷം അതുകൊണ്ട്? ആ പാട്ടിൻ്റെ വരികൾ നോക്കുന്നത് ഞാൻ പേഴ്സണലി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര കാവ്യഭംഗിയുള്ള ഒരു പാട്ടൊന്നുമല്ല. പാടാനൊരു വലിയ ഈ സിമ്പിൾ ട്യൂണാണ് അതിൻ്റെ. ഈ അട്രാക്റ്റീവ് ആകാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പാട്ടുകൾ പലവിധമുണ്ടല്ലോ. ചിലതിലൊക്കെ ഗമകങ്ങളിട്ട് മനോഹരമായിട്ട് പാടിയാൽ അത് ഭംഗിയാവുള്ളൂ. പാട്ട് പാടാനറിയാവുന്നവർ ഈ ഉപയോഗിക്കുന്ന പാട്ട്, രണ്ട് തരം പാട്ടുകളുണ്ട്. ഒന്ന് പാട്ടുകാർക്ക് വേണ്ടിയുള്ള പാട്ടുകൾ, വേറൊന്ന് നാട്ടുകാർക്ക് വേണ്ടിയുള്ള പാട്ടുകൾ. നാട്ടുകാർക്കൊക്കെ പാടാവുന്നത്, വലിയ സാമർഥ്യമൊന്നും വേണ്ട, വലിയ സംഗതികളോ കാര്യങ്ങളോ ഒന്നുമില്ല, സിമ്പിളായിട്ട് പാടാം. ഈ പാട്ടിൻ്റെ ഗുണം അതാണ്. ഇത് വലിയ സംഗീതജ്ഞാനമൊന്നും ഇല്ലാത്തവർക്കും പാടാം. ഇത് പാടാനായിട്ട് യേശുദാസ് വേണ്ട, അതാണ് പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ പോപ്പുലർ, ഫാസ്റ്റ് നമ്പറൊക്കെ ഇല്ലേ, അതിൽ വലിയ സംഗീതമൊന്നുമില്ല, പക്ഷേ അത് വളരെ പോപ്പുലറാകും. എന്തുകൊണ്ടാണ്? ആർക്കും പാടാം. അതല്ലാതെ മധുരം ജീവാമൃത ബിന്ദു എന്നുള്ള പാട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, മൂളാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മൾ സിമ്പിൾ പാട്ട്, കടലിനക്കരെ പോകണം വരെ എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് പാടാം. ഇതാണ് ഇതിനൊക്കെ സാധാരണ പാട്ടിൻ്റെ ഡൈനമിക്സാണ് ഈ പരമപവിത്രമെന്ന മണ്ണിൽ എന്നുള്ളത്. പെട്ടെന്ന് പിള്ളേർക്കൊക്കെ പാടാം, കാണാതെ പഠിക്കാനും എളുപ്പം. വലിയ കോംപ്ലിക്കേറ്റഡ് ഘനഗംഭീരമായ വാക്കുകളോ സംഗതികളോ ഒന്നുമില്ല, സിമ്പിളൊരു പാട്ട്. അതുകൊണ്ട് അത് പോപ്പുലറായി. RSSനുള്ളിൽ പോപ്പുലറായി, ഇപ്പോൾ RSSന് പുറത്തും പോപ്പുലറായി. ശരിക്കും ഇത്രയും കാലമായിട്ട് ഈ ഗണഗീതത്തെക്കുറിച്ചൊന്നും മറ്റു പാർട്ടിക്കാർക്കോ മറ്റ് സാധാരണക്കാരെ ആളുകൾക്ക് അറിയില്ല. ഇപ്പം ഗണഗീതം എന്ന് കേട്ടപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരാകാംക്ഷ വെച്ച് നോക്കുന്നത് കേട്ടു. ഗണഗീതം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പാട്ട്, ഗീതം ഇതേ ഉള്ളൂ. ഗണഗീതമാകുന്നത് നിങ്ങൾ കൂട്ടായിട്ട് പാടുമ്പോൾ. ഒരാൾ ഒറ്റയ്ക്ക് പാടിയാൽ അത് വ്യക്തിഗീതം. അപ്പോൾ RSSൻ്റെ ഒരു പുസ്തകം ഗാനാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഈ പാട്ടുകളൊക്കെ ചേർത്തിട്ട് ഒരു പുസ്തകമുണ്ട്. അത് RSSൻ്റെ കാര്യാലയങ്ങളിൽ അല്ലെങ്കിൽ RSSൻ്റെ ക്യാമ്പ് നടക്കുന്നിടത്തൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും, ചെറിയ വിലയ്ക്ക് 10-20 രൂപയൊക്കെ. ഇനി ഇതൊന്ന് എറണാകുളത്ത് കുരുക്ഷേത്ര ബുക്സിലുണ്ടാകും. അതിൽ ഈ പാട്ടുകളൊക്കെ ക്രോഡീകരിച്ച് അതിൽ ചേർക്കാത്ത പാട്ടുകളും വേറെയുണ്ട്. അതിനപ്പുറത്താണ് ഹിന്ദി പാട്ടുകൾ. മലയാളം പാട്ടുകളുടെ തന്നെ ഒരു 50% മൊത്തം RSSകാർ കേരളത്തിൽ പാടുന്നതിൻ്റെ ഒരു 50% ഹിന്ദി പാട്ടുകളാണ്, മനോഹരമായ പാട്ടുകൾ. ഇതിലും താളാത്മകമായ പാട്ടുകൾ. ചില വാക്കുകളുടെയൊക്കെ അർത്ഥം നമുക്ക് പിടികിട്ടിയില്ലെങ്കിലും അതിൻ്റെ താളം കൊണ്ട് നമ്മളങ്ങ് പാടിപ്പോകും. കേരളത്തിൽ വളരെ പോപ്പുലറാണല്ലോ കിഷോർ കുമാർ, മുഹമ്മദ് റഫിയൊക്കെ. ഇതുപോലെ അവിടുത്തെ ഹിന്ദിക്കാരുടെ പാട്ട്, തമിഴുകാർക്ക് തമിഴിൽ പാട്ടുണ്ട്, കന്നഡ ഭാഷയിൽ പാട്ടുണ്ട്, മറാഠിയിൽ പാട്ടുണ്ട്. മറാഠി പാട്ട് പണ്ട് ഞാൻ RSSൽ പതിവായിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഒരു മറാഠി പാട്ട് പാടുമായിരുന്നു. തമിഴ് പാട്ടുകൾ കേരളത്തിൽ അധികമൊന്നും മിക്സായി വന്നിട്ടില്ല, എന്നാലും 1-2 ഉണ്ട്. തെലുങ്ക് നമ്മൾ തീരെ എടുത്തിട്ടില്ല, എന്ന് വെച്ചാൽ അത് പാടാൻ വലിയ ബുദ്ധിമുട്ട്, ഭാഷ വലിയ വശമില്ല. ഹിന്ദി ഏകദേശം എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഹിന്ദി പാട്ടുകൾ അനായാസമായിട്ട് കയറുന്നു. അപ്പോൾ ഹിന്ദിയോ മറ്റ് ഭാഷകളോ ഒഴിച്ച് മലയാളത്തിലുള്ള പാട്ടുകളെല്ലാം ചേർത്ത് ഗാനാഞ്ജലി എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട്. അതിൽ ഈ പാട്ടുകളെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല. RSSനെ അവഗണിക്കുക, അത് പരിശോധിക്കാൻ പോലും അർഹതയില്ലാത്ത ഒരു സംഘടനയാണ്. ശരി, ആയിക്കോട്ടെ, നിങ്ങൾ പരിശോധിച്ചില്ലെങ്കിൽ വേണ്ട. ബട്ട് ഈ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കുരുക്കിൽ പോയി പെടുന്നത് ഇത് പരിശോധിക്കുന്നതാണ്. ഞാൻ പറയുന്നത് RSSനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എതിർക്കുന്നല്ലോ,
എതിർക്കുന്ന സാധനം എന്തിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്നൊന്ന് പരിശോധിക്കേണ്ടത്. അത് തയ്യാറല്ല. വി ഡി സതീശന് ഇതറിഞ്ഞുകൂടായിട്ടില്ല. സതീശൻ പണ്ട് ഗോൾവൽക്കറുടെ മുമ്പിൽ വിളക്ക് കൊളുത്തുന്ന ഫോട്ടോയൊക്കെ പുറത്തു വന്നത്. സതീശന് ബേസിക്കായ കാര്യങ്ങളൊക്കെ അറിയാം. ഏകദേശം ഹിന്ദു രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ RSS എന്താണെന്ന് ഉള്ളിലൊരു ധാരണയുണ്ട്. ബട്ട് RSS സമം BJP എന്നുള്ള സമവാക്യം ശരിയായോ തെറ്റായോ സമൂഹത്തിൽ വരികയും RSSനെ ദ്രോഹിക്കാതിരുന്നാൽ അല്ലെങ്കിൽ പുകഴ്ത്തിയാൽ BJPക്ക് അതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ള ധാരണ വന്നു. അപ്പോൾ പിന്നെ എൻ്റെ കസേര പോകും എന്നുള്ള സ്ഥിതിയായി. എൻ്റെ കസേര പോകുന്നൊരു പ്രവൃത്തി ഞാനായിട്ട് ചെയ്യും. പലരും RSSനെ ഉപദ്രവിക്കുന്നത് BJP ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിൽ BJP ഇല്ല എന്ന് വെച്ചോ, RSSൻ്റെ സ്വീകാര്യത ഭീകരമായിട്ട് വർദ്ധിക്കും. കാരണം RSSകാരും വോട്ടർമാരാണ്. ആ സംഘടനയെ വെറുപ്പിക്കേണ്ട. അപ്പോൾ എല്ലാവരും RSSനെ പുകഴ്ത്തി പറയാൻ തുടങ്ങും. ഇപ്പോൾ RSSനെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം BJPക്കാണ് കിട്ടുന്നത്. BJP ഇല്ലെങ്കിൽ RSSനെ പുകഴ്ത്തി പറഞ്ഞാൽ അതിൻ്റെ ഗുണം പുകഴ്ത്തുന്ന ആളിന് കിട്ടും. അപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും പുകഴ്ത്താൻ തയ്യാറാകും. ഇതൊക്കെയാണ് ഈ രാഷ്ട്രീയം കൊണ്ടുണ്ടാകുന്ന ഗുലുമാലുകൾ. ബട്ട് അതിപ്പോൾ അങ്ങനെ നിലനിൽക്കുന്നു. ഇപ്പം നമ്മളാരും വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റില്ല, മാറ്റേണ്ട കാര്യവുമില്ല. ബട്ട് ഇതിലൂടെ സംഭവിച്ചത് ഈ പാട്ട് പോപ്പുലറായി എന്നുള്ളതാണ്. അതുകൊണ്ട് തരക്കേടൊന്നുമില്ല. ONV കുറിപ്പ് എഴുതിയൊരു ഗാനം, ആ ഗാനം പിന്നീട് RSS ഗീതമായിട്ട് സ്വീകരിച്ചു. TG മോഹൻദാസ് എപ്പോഴും ആ പാട്ട് പാടും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയുണ്ടോ? എപ്പോഴും ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഭാരതഹൃദയ വിഭജനം. അതെ, അത് ഞാൻ 9ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് ആ പാട്ട്. വർഷം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ പാടിത്തുടങ്ങുന്നത് ഞാൻ 8, 9 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. അപ്പോൾ അന്ന് കൊച്ചുപയ്യൻ, ഞാൻ തരക്കേടില്ലാതെ പാടുമായിരുന്നു. അപ്പോൾ RSSൻ്റെ പല പ്രോഗ്രാമിലും ഇത് പാടാൻ എന്നെ ഏൽപ്പിക്കും. അങ്ങനെ ആ പാട്ട് ഏകദേശം എനിക്ക് കാണാപ്പാടമായി. RSSൻ്റെ വലിയൊരു പരിപാടി വന്നു, അതിലും എന്നെ ഇത് ഏൽപ്പിച്ചു. ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ മാറിക്കളഞ്ഞു. എനിക്ക് പേടിയായി. വലിയ ഗ്രൗണ്ടാണ്. ഞാനാ കൂടെ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു ഞാൻ പാടില്ല. എല്ലാവരും കൂടെ എന്താ ഈ പറയണത്, സമയമായി, നീ ഇപ്പോൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കൈയും കാലും വിറയ്ക്കും, എനിക്ക് പറ്റില്ല, ഇത്രയും പേരെല്ലാം പറഞ്ഞു. ഞാൻ പാടിയില്ല. ഒടുവിൽ അവർ വേറൊരുത്തനെ തപ്പിപ്പിടിച്ച്, ഗഡ്സുള്ള ഒരുത്തൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും പാടി ഒപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കൊണ്ട് പാടിച്ചു. അങ്ങനെയും സംഭവം ഉണ്ടായിട്ടുണ്ട്. TG മോഹൻദാസ് ഈ പറയുന്ന വലിയ മഹാനൊന്നുമല്ല, പല സ്ഥലത്തും പതറിപ്പോയി പേടിച്ചിട്ട് അങ്ങനെ. ബട്ട് ഇതൊക്കെ കൊണ്ട് സംഭവിച്ചത് ഈ പാട്ട് എനിക്ക് കാണാതെ അറിയാമെന്നുള്ള സ്ഥിതി വന്നു. ഞാനൊരു 10-35 വയസ്സ് വരെ സംഘത്തിൻ്റെ പല ഇതിലുമൊക്കെ, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് പാട്ട് പാടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് RSSൽ. ഇനി നിങ്ങൾക്ക് വലിയ പാട്ടുകാരനല്ല എന്ന് വെച്ചോ, വലിയ ശ്രുതിയില്ല, ഒന്നുമില്ല, അപ്പോഴും നിങ്ങൾക്ക് പാടാം. ആരും തടസ്സപ്പെടുത്തുമൊന്നുമില്ല. പാടിക്കോട്ടെ, ചേട്ടൻ പാടുന്നൊക്കെ പറഞ്ഞു വയസ്സായ ഒരു മനുഷ്യൻ എണീറ്റ് നിന്ന്, പുള്ളിയുടെ കണ്ഠമൊക്കെ പണ്ടേ പണ്ടറടങ്ങിയതാണ്. ബട്ട് പുള്ളി ഗണഗീതം ഓരോ വരിയായിട്ട് ചൊല്ലിത്തരും, എല്ലാവരും ഉത്സാഹത്തോടെ ഏറ്റുപാടും. ഇതാണ് RSSൻ്റെ സെറ്റപ്പ്. അവിടെ നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാമോ, സ്വരശുദ്ധിയുണ്ടോ, ഇതൊന്നും നോട്ടമൊന്നുമില്ല. ഈ പാട്ട് ഒരു ഏകാത്മതയുണ്ടാക്കുന്ന പാട്ട്, അത് ഒരുമിച്ച് പാടാം. അല്ലെങ്കിൽ വികാരഭരിതമായിട്ട് നല്ല 1ാം ക്ലാസ്സായിട്ട് ഒറ്റയ്ക്ക് പാടുന്ന ആൾക്കാരുണ്ട്, വ്യക്തിഗീതം. ഒരു ശ്രുതിയും സ്വരവുമില്ലാതെ കാട്ടുകഴുത പോലത്തെ പരുപരുത്ത ശബ്ദവുമായിട്ടുള്ള ആളും RSSൽ വ്യക്തിഗീതം പാടാറുണ്ട്. അയാളോട് പറയും, നാരായണൻകുട്ടി പാട്. ചേട്ടൻ എന്താ ഇപ്പം ധൈര്യമായിട്ട് പാടും, നമ്മളല്ലേ ഇരിക്കുന്നു, എല്ലാം സ്വന്തം ആൾക്കാരായിരിക്കുന്നുണ്ട്, കൊള്ളാം. RSSൽ പിന്നെ കയ്യടിയില്ല, നന്നായാൽ കയ്യടിയില്ല, ചീത്തയാൽ കൂവലില്ല, ഇതൊന്നുമില്ല. കാരണം ഒരു വീടാണ് എന്നാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കൈയടിക്കാനോ അഭിനന്ദിക്കാനോ ഒന്നുമില്ല, നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ. പിന്നെ എന്തിനാണ് ഇത്രയും പേര് ഈ ഗണഗീതത്തിൻ്റെ തോളെ കയറാൻ വരുന്നത്? അല്ല, അത് കാര്യം അറിഞ്ഞുകൂടാനായിട്ടാണ്. ഈ ഗണഗീതം ഈ കുട്ടികൾ ചൊല്ലി എന്ന് പറയുന്നതിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു വരി എടുത്തതായി ഈ വരി ശരിയല്ല, ഇതാണ് ഞങ്ങളുടെ ഒബ്ജക്ഷൻ എന്ന് ആരെങ്കിലും പറഞ്ഞു? ഇല്ല. ചുമ്മാ RSSൻ്റെ ഗണഗീതം ചൊല്ലി ശരി, അതുകൊണ്ട് എന്താ? ഈ പാട്ടുകളുടെ കുത്തകയൊന്നും RSSന് ഇല്ലല്ലോ.
അപ്പോൾ ഇപ്പോൾ ഇവർ തീരെഴുതി അങ്ങ് കൊടുക്കുകയാണ്. ഇപ്പോൾ ONV എഴുതിയ പാട്ട് RSS എടുത്തു, അവർ പാടിക്കൊണ്ടിരിക്കുന്നു. ONVക്ക് തിരക്കിടുന്നുണ്ടായിരുന്നില്ല, ONV മരിച്ചു, ഒക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ പാട്ട് ONV എഴുതിയ പാട്ടാണ്, അത് ആർക്കും പാടാവുന്നതാണ്. അത് പറ്റില്ല, അത് RSSകാരൻ്റെ പാട്ടാണെന്ന് വാദിച്ചാൽ എന്ത് ചെയ്യും? RSSന് കുഴപ്പമൊന്നുമില്ല. ബട്ട് പൊതുവായ കാര്യത്തിനും ആവശ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു കവി എഴുതിയ പാട്ട് RSSൻ്റേതാണ് എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞാൽ അത് അദ്ദേഹത്തോട് ചെയ്യുന്നൊരു അപരാധം കൂടെയാണ്. മൊത്തത്തിൽ RSS എന്താണ് എന്ന് ഇനിയും കേരളത്തിലെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.